വെൽക്കം ടു ഫുഡ് ടാഗ്. ഇന്നത്തെ വീഡിയോയിൽ തനി നാടൻ രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് പഞ്ഞ് പോലുള്ള ഒരു ഉണ്ണിയപ്പമാണ് കാണാൻ പോണത്. ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് ഞങ്ങളുടെ തറവാട്ടിൽ പൂജ ചെയ്യാൻ വന്ന ഒരു പൂജാരി ആയിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതേ മെഷർമെൻറ്റ്സ് ഫോളോ ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഉണ്ണിയപ്പം ആദ്യമായിട്ട് ചെയ്യണവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പച്ചരിയാണ്. 250 ml കപ്പിൻ്റെ മെഷർമെൻറ്റിൽ 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തത്. നമുക്കിത് ഒരു 3-4 മണിക്കൂർ കുതിർത്താലും മതി. ഞാൻ വീഡിയോ എടുക്കണതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് തലേന്ന് രാത്രി തന്നെ കുതിർത്ത് വെച്ചു കേട്ടോ. എന്നാലേ എനിക്ക് കറക്റ്റ് സമയത്തിന് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ മതിയാവും. പച്ചരി കുതിർന്ന് കിട്ടാൻ അധികം സമയം വേണ്ട. അപ്പോൾ ഞാൻ ഇനി ഇതൊരു മിക്സി ജാറിൽ വെള്ളമൊന്നും ഇല്ലാതെ അരി മാത്രമായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. 1 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ശർക്കര, അതാണ് കണക്ക് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കണം. അപ്പോൾ 2 കപ്പ് ശർക്കരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഈ അരിയുടെയും ശർക്കരയുടെയും വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതാ സെക്കൻഡ് ബാച്ച് അരച്ചെടുക്കുകയാണ്. എൻ്റെ ശർക്കര നല്ലതായതുകൊണ്ടാണ് കേട്ടോ ഞാനിത് അലിയിക്കണമൊന്നുമില്ല, പൊടിയായിട്ട് തന്നെയാണ് വാങ്ങിയത്. പിന്നെ ഇതിൻ്റെ കൂടെ 4-5 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാളയംകോടൻ പഴമാണ് വേണ്ടത്. പുളിച്ച പഴമില്ലേ, അതാണ് മൈസൂർ പഴം എന്നൊക്കെ പറയില്ലേ, അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ വലിയ പഴമാണെങ്കിൽ 2 എണ്ണം മതിയാവും. അപ്പോൾ ഇത് ചെറിയ പഴമായതുകൊണ്ട് ഞാൻ 3 എണ്ണമാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 1 കപ്പ് അരിക്ക് ഒരു വലിയ പഴം ഉണ്ടെങ്കിൽ അത് ധാരാളമായിരിക്കും കേട്ടോ. ഉണ്ണിയപ്പത്തിൽ പഴത്തിൻ്റെ ടേസ്റ്റും അധികം വരണത് നന്നായിരിക്കില്ല. പിന്നെ ഇതിൽ ശകല ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതാ 2ാമത്തെ ബാച്ചും അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കണ സമയത്ത് ഒറ്റയടിക്ക് ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. വീണ്ടും ഒഴിച്ചു കൊടുക്കുക പോരെങ്കിൽ. അല്ലാതെ ഒറ്റയടിക്ക് ഒഴിച്ചിട്ട് പിന്നെ ഒരുപാട് ലൂസാവാനും പാടില്ലല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ അവിടുത്തെ പൂജാരി പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അവരെങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെ കേട്ടോ ഞാൻ ചെയ്യണത്. ഒന്നും ഞാൻ മാറ്റിയിട്ടില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു രാത്രി മുഴുവൻ ആയിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു രാത്രി, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രാവിലെ അരച്ച് വെക്കുകയാണെങ്കിൽ വൈകുന്നേരം ചുട്ടെടുക്കുക, ആ രീതിയിലും ചെയ്യാം. ഞാനിത് ഓവർനൈറ്റ് തന്നെ പുറത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ ഇതാ നോക്കിയപ്പോൾ നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പഴമൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ നന്നായിട്ട് ഫെർമെൻ്റായി കിട്ടും. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീഞ്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ചെറിയ പല്ലായിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്, എന്നാലാണ് നല്ലത്. അപ്പോൾ നല്ല ഗോൾഡൻ കളറാകുമ്പോൾ അതിലേക്ക് മാറ്റാം. അതിന് മുമ്പായിട്ട് തന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ എള്ള് കൂടെ ചേർക്കുകയാണ് കേട്ടോ. എള്ള് ചിലവർ നെയ്യിൽ വറുക്കാതെ ഇടുന്നുണ്ട്, ഞാൻ പക്ഷേ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ആറിയ ശേഷം മാത്രമേ മാവിലേക്ക് ചേർക്കുള്ളൂ. അതിന് ശേഷം വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല കട്ടിയായി തോന്നിയത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് പാകം. ഏകദേശം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കാം. ഇനി ഈ ഒരു പാനിൽ ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ചെയ്യണത്. വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ചേർക്കാം. അപ്പോൾ ഞാൻ മാവിൽ തന്നെ നല്ലോണം നെയ്യ് ഇട്ടത് കൊണ്ട് സെപ്പറേറ്റായി ഇതിൽ ചേർക്കണില്ല. അപ്പോൾ അത് ഓരോ കുഴിയിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആദ്യം എപ്പോഴും സൈഡ്സിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്, കാരണം നടുക്ക് പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ സൈഡ്സ് മെല്ലെ പതുക്കെയല്ലേ ആവുള്ളൂ. അപ്പോൾ സൈഡ്സ് കഴിഞ്ഞിട്ട് വേണം നടുക്കിലേക്ക് ഒഴിക്കാനായിട്ട്. എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രമേ മാവ് ഒഴിക്കാൻ പാടുള്ളൂ. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വേണം ഉണ്ടാവാനായിട്ട്. തീരെ ലോയിൽ വെക്കരുത് കേട്ടോ, ഉണ്ണിയപ്പം ഹാർഡായി പോവും. അപ്പോൾ മാവ് ഒഴിച്ച് അധികം താമസിക്കാതെ തിരിച്ചിടുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ തന്നെ ഉണ്ണിയപ്പം കിട്ടും കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടി ഒലിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറു സൈഡ് ഇടുക. 2 വശം നന്നായിട്ട് ആയ ശേഷം മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ.
ഒരുപാട് മുറുക്കിയാലും ഉണ്ണിയപ്പം ഹാർഡായി പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏകദേശം ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഉണ്ണിയപ്പം നമുക്ക് നിവേദിക്കാനായിട്ട് വെക്കാം കേട്ടോ, വീട്ടിൽ പൂജകളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ അതുപോലെ നമുക്ക് ഇനിയിപ്പോൾ വിഷു അല്ലേ വരണത്, വിഷുവിന് ഈ ഒരു ഉണ്ണിയപ്പം ട്രഡീഷണൽ ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയ ശേഷം ഭഗവാന് കണ്ണനെ നേദിക്കാനായിട്ട് വെച്ചോളൂ. കണി കാണാനൊക്കെ വെക്കുമല്ലോ പലരും. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നടുവിലുള്ള ഭാഗമാണ് ഞാൻ എടുത്ത് മാറ്റണേ കേട്ടോ. ഏറ്റവും ഒടുവിലാണ് നമ്മൾ മാവ് ഒഴിച്ചത്, എന്നാലും ഏറ്റവും ആദ്യം ആവണതും ആ നടുക്കിലെ പോർഷനാണ്. അപ്പോൾ ദാ ഇതുപോലെ എടുത്ത് മാറ്റാം. ഉണ്ണിയപ്പം അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ട് ഞാൻ പല രീതികളിൽ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഉണ്ണിയപ്പം റെസിപ്പിയാണ്. അത് നമ്മുടെ പൂജാരി പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇനി വഴിയെ പല പല റെസിപ്പീസും ഉണ്ണിയപ്പത്തിൻ്റെ വരുന്നതായിരിക്കും. ഇൻസ്റ്റൻ്റായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കണമല്ലോ. പക്ഷെ വൺസ് നിങ്ങൾ ഇതുണ്ടാക്കിയാൽ പിന്നെ ഇതേ ഉണ്ടാക്കുള്ളൂ, അതാണ് കാരണം. അത്രയ്ക്ക് സോഫ്റ്റാണ്, ടേസ്റ്റിയാണ്. നമ്മൾ വേറൊന്നും അഡീഷണലായിട്ട് ചേർക്കണില്ലല്ലോ ഇതിൽ. അപ്പോൾ ഓരോ ബാച്ചായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുക്കുക. പിന്നെ എനിക്ക് ഉണ്ണിയപ്പം ചുട്ട അന്ന് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. പിന്നെ അടുത്തടുത്ത ദിവസങ്ങളിൽ കഴിക്കുന്നല്ലാതെ ആ ചുടണ ദിവസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് അടുത്ത ദിവസങ്ങളിൽ കിട്ടാറില്ല എന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ഞാനിപ്പോൾ 2 കപ്പല്ലേ അരി എടുത്തത്, അതിലെനിക്ക് 30 ഉണ്ണിയപ്പമാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അതാ കണ്ടോ, എത്ര സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പമാണ് നോക്കൂ. കാണാനും നല്ല ഭംഗിയുണ്ട് അല്ലേ. കണ്ടോ, ബൗൺസ് ചെയ്ത് തിരിച്ചു വരണം കണ്ടോ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് എനിക്ക് പറയാനേ പറ്റുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളാണ് ഉണ്ടാക്കി നോക്കേണ്ടത്. അപ്പോൾ അത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക്